അന്താരാഷ്ട്ര സഹായങ്ങൾ കൊണ്ട് മാത്രം ജീവിക്കുന്നവർ മനുഷ്യാവകാശത്തെക്കുറിച്ച് ക്ലാസ് എടുക്കേണ്ട. പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് യുഎനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായ ഷിജിത് ത്യാഗി ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലിന്റെ 58ാമത് സെഷന്റെ 7ാമത് യോഗത്തിൽ വെച്ചായിരുന്നു വിമർശനം നടത്തിയതും. ജമ്മു കാശ്മീരിലെ മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ചുള്ള പാക് നിയമമന്ത്രി ആസാം നസീർ താരിഖിന്റെ ആരോപണങ്ങൾക്കെതിരെയായിരുന്നു ത്യാഗിയുടെ മറുപടി വന്നത്. ഐക്യരാഷ്ട്രസഭയിൽ വെച്ച് പാകിസ്ഥാനെ നിർത്തിപ്പൊരിച്ച പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെച്ചത്. അന്താരാഷ്ട്ര വേദികളെ ദുരുപയോഗം ചെയ്ത് ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നടത്തുകയാണ് പാകിസ്ഥാനെന്ന് ഇന്ത്യ തുറന്നടിച്ചു. പാകിസ്ഥാനിലെ നേതാക്കൾ അവരുടെ സൈനിക ഭീകരവാദ കൂട്ടുകെട്ട് കൈമാറുന്ന നുണകൾ പ്രചരിക്കുന്നത് അത് ഖേദകരമായ കാര്യമാണ്. അസ്ഥിരതയിൽ അഭിവൃദ്ധി പ്രാപിക്കുകയും രാജ്യാന്തര സഹായങ്ങൾ കൊണ്ട് അതിജീവിക്കുകയും ചെയ്യുന്ന പരാജയപ്പെട്ട രാജ്യം മനുഷ്യാവകാശ കൗൺസിലിന്റെ സമയം പാഴാക്കുന്നത് നിർഭാഗ്യകരമാണ്. പാകിസ്ഥാനിലെ കാര്യക്ഷമമല്ലാത്ത സർക്കാർ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പാകിസ്ഥാന്റെ വാചോപടനങ്ങൾ കാപട്യത്തിന്റെയും മനുഷ്യത്വരഹിതമായ പ്രവർത്തികളുടെയും കഴിവില്ലായ്മയുടെയും ഒരു ദുർഗന്ധം വമിക്കുന്നുണ്ടെന്നും ഇന്ത്യ ആകട്ടെ ജനാധിപത്യത്തിലും പുരോഗതിയിലും ജനങ്ങൾ അന്തസ്സ് ഉറപ്പാക്കുന്നതിലുമാണ് ശ്രദ്ധ ചെലുത്തുന്നതും. പാകിസ്ഥാൻ പഠിക്കേണ്ട മൂല്യങ്ങൾ ഒന്നാണിതെന്നാണ് ത്യാഗി വ്യക്തമാക്കുന്നത്. ജമ്മു കാശ്മീരിലും ലഡാക്കും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. കഴിഞ്ഞ കുറച്ച് വർഷത്തിനുള്ളിൽ തന്നെ ജമ്മു കാശ്മീർ കൈവരിച്ച സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ വളർച്ച അതിന് തെളിവ് തന്നെയാണ്. പതിറ്റാണ്ടുകളായി പാക്കിന്റെ ഭീകര പ്രവർത്തനങ്ങളാൽ മുറിവേറ്റ പ്രദേശത്ത് സാധാരണ നില കൊണ്ടുവരാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയിലുള്ള ജനങ്ങളുടെ വിശ്വാസത്തിന്റെ വെല്ലുവിളി കൂടിയാണ് ഈ നേട്ടങ്ങളെല്ലാം തന്നെ. മനുഷ്യാവകാശ ലംഘനങ്ങളും ന്യൂനപക്ഷ പീഡനങ്ങളും ജനാധിപത്യ മൂല്യങ്ങളുടെ വ്യവസ്ഥാപിതമായ തകർച്ചയും തീവ്രവാദികളുടെ സംരക്ഷണവും നിയമമായി സ്വീകരിച്ച രാജ്യമാണ് പാകിസ്ഥാൻ. അവർക്ക് ആരെയും പഠിപ്പിക്കാൻ അവകാശമില്ല. സ്വന്തം ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിലാണ് പാകിസ്ഥാൻ ശ്രദ്ധിക്കേണ്ടതെന്നാണ് അദ്ദേഹം തുറന്നടിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ത്യ നൽകിയ ചുട്ട മറുപടിയിൽ പാകിസ്ഥാന്റെ നാവിറങ്ങി പോയോ എന്നാണ് സോഷ്യൽ മീഡിയ അടക്കം ഇപ്പോൾ സംസാരിക്കുന്നതും. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എല്ലായ്പ്പോഴും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായിരിക്കുമെന്നും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പുരോഗതി അത് സ്വയം കാണിച്ചു തരുന്നതായും അദ്ദേഹം വ്യക്തമാക്കുന്നു. ജമ്മു കാശ്മീരിൽ അശാന്തി നിലനിൽക്കുന്നതിനായി പാകിസ്ഥാൻ നേരത്തെ തന്നെ അവകാശപ്പെട്ടിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ ജമ്മു കാശ്മീർ നേടിയ അത്ഭുതപൂർവമായ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക പുരോഗതി സ്വയം സംസാരിക്കുന്നു. പതിറ്റാണ്ടുകളായി തന്നെ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയാൽ മുറിവേറ്റ ഒരു പ്രദേശം സാധാരണ നിലയിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയിലുള്ള ജനങ്ങളുടെ വിശ്വാസത്തിന്റെ തെളിവാണ് ഈ വിജയങ്ങൾ. മനുഷ്യാവകാശ ലംഘനങ്ങൾ, ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കൽ, ജനാധിപത്യ മൂല്യങ്ങളുടെ തകർച്ച എന്നിവ പാകിസ്ഥാന്റെ നയങ്ങളുടെ ഭാഗമാണ്. കൂടാതെ തന്നെ UN തീവ്രവാദികളായി അംഗീകരിച്ചവരെ ധിക്കാരപൂർവ്വം തന്നെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയായിരുന്നു പാകിസ്ഥാൻ സ്വീകരിച്ചു പോരുന്നതെന്നും ത്യാഗി വ്യക്തമാക്കുന്നു. ഇന്ത്യയോടുള്ള അനാരോഗ്യപരമായ തന്നെ താല്പര്യം പ്രകടിപ്പിക്കുന്നതിന് പകരം സ്വന്തം ജനങ്ങൾക്ക് യഥാർത്ഥ ഭരണവും നീതിയും നൽകുന്നതിന് പാകിസ്ഥാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അതേസമയം ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി അംബാസിഡറായ പർവ്വതിനേനി ഹരീഷ് ഫെബ്രുവരി 19 പാകിസ്ഥാനെതിരെ ശക്തമായ പരാമർശം നടത്തിയിരുന്നു. ഇതിനു മറുപടിയായാണ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ പ്രസ്താവന വന്നിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ ഒരു തുറന്ന സംവാദത്തിനോടെയാണ് ഹരീഷ് പാകിസ്ഥാനെതിരെ ശക്തമായ പരാമർശം നടത്തിയത്. പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും ജമ്മു കാശ്മീരിനെ കുറിച്ച് നടത്തിയ പരാമർശത്തെയായിരുന്നു അദ്ദേഹം ശക്തമായി തന്നെ എതിർത്തതും. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും ഇന്ത്യയുടെ അവിഭാജ്യമായ ഒരു ഭാഗത്തെക്കുറിച്ച് ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശത്തെക്കുറിച്ച് പ്രസ്താവനയിൽ പരാമർശിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണ് എന്ന് ഞാൻ വീണ്ടും ഉറപ്പിച്ചു പറയുന്നെന്നായിരുന്നു ഹരീഷ് പറഞ്ഞതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.